Dear students, today I want to continue the discussion of Thermodynamics Neet previous year questions. കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായിട്ട് 53 ക്വസ്റ്റ്യനുകളിൽ 35 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. We can continue with the question number 36. A thermodynamic process is shown in the figure. The pressures and volume corresponding to some points in the figure are PA, that is 3 into 10 to the power of 4, and VA, that is 2 into 10 to the power of minus 3, and P at B, that is 8 into 10 to the power of 4, and at D the volume as 5 into 10 to the power of minus 3. In the process AB, 600 joule of heat is added to the system, and in process BC, 200 joule. The change in internal energy of the system in the process AC would be. അപ്പോൾ എ ബി സി എ സിയുടെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ എ ബി സി എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഇനിഷ്യൽ ഫൈനൽ പൊസിഷനാണ് നമ്മുടെ എയും സിയും എന്ന് പറയാം. അപ്പോൾ ഇവിടെ എ ബി സിയുടെ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് ഡെൽറ്റ ക്യൂ ഫോർ എ ബി സി കണ്ടുപിടിച്ചാൽ അവിടുത്തെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് തന്നെയാണ് എ സി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹീറ്റ് എനർജി ആഡഡും വർക്കും കൂടെ നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയാവും. അവിടെ ഡെൽറ്റ ക്യൂ എ ബി സി എന്താണ്? അപ്പോൾ അതെന്ന് പറയുന്നത് രണ്ട് പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഫോർ എ ബി പ്ലസ് ഫോർ ദാറ്റ് ബി സി. ഡെൽറ്റ ക്യൂ എ ബി ആയിട്ട് 600 ജൂൾ കൊടുക്കുന്നുണ്ട്, ബി സി ആയിട്ട് 200 ആണ്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 800 ജൂളാണ് ക്യൂ ആയിട്ട് കൊടുക്കുക. ഇനി വർക്ക് ഡൺ എങ്ങനെയാണ്? ആ എ ബി സി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടോട്ടലായിട്ടുള്ള ഏരിയ നമ്മൾ എടുത്താൽ പോരെ. അപ്പോൾ ആ ഏരിയ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻ ടു ദാറ്റ് ഇറ്റ് ഈസ് എ ക്ലോക്ക് വൈസ് പ്രോസസ്. ഓക്കെ, സോറി, ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ലൈക്ക് ദാറ്റ്, നോട്ട് എ സൈക്ലിക്. ഇൻ ടോട്ടലാണ് സൈക്ലിക് ആയിട്ട് വരിക. സി എ ബി സി. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് കണ്ടുപിടിച്ചാൽ അത് എത്രയായിട്ട് വരും? ഹാഫ് ഇൻറ്റു ബേസ് ബി സി ആണ്. ബേസ് എന്ന് പറയുമ്പോൾ 5 minus 2, ദാറ്റ് ഈസ് 3 into 10 to the power of minus 3 into then power 8 minus ഓക്കെ എ ബി സി പ്രോസസ്സ് വരുമ്പോൾ വി ഹാവ് ടു കൺസിഡർ ദിസ് മച്ച്. ഗുഡ്. എ ബി സി, that is very important. Good. Not only that A, B, C, കാരണം നമ്മൾ കൺസിഡർ ചെയ്ത പ്രോസസ് എ ബി സി ആണ്. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഐസോകോറിക് പ്രോസസ്സാണ്, അതിൻ്റെ വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. പിന്നെ വരുന്നത് ബി സിയുടേതാണ്. അപ്പോൾ ബി സിയുടെ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് എത്രയാണ്? ദാറ്റ് ഈസ് വോളിയം ചേഞ്ച് ഈസ് ഓക്കെ, ദാറ്റ് ഈസ് 3 into 10 to the power of minus 3 into that pressure എന്ന് പറയുന്നത് 0 to 8 ആണ്. സോ 8 into 10 to the power of 4 ആണ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 240 ജൂൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് 800 മൈനസ് 240 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 560. സോ ദാറ്റ് ഈസ് ദ ആൻസർ. സോ വി ഗെറ്റ് എ ആസ് ദി ആൻസർ. We can move with the question number 37. At 27 degrees Celsius, a gas is compressed suddenly such that its pressure becomes 1/8 of its original pressure. Final temperature will be. ഗാമ എന്ന് പറയുന്നത് 5/3 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള അഡാബാറ്റിക് പ്രോസസ്സിൻ്റെ കാരണം സഡൻലി കംപ്രസ്ഡ് എന്ന് പറയുമ്പോൾ അതൊരു അഡാബാറ്റിക് പ്രോസസ്സാണെന്ന് നമുക്കറിയാം. സോ വി ക്യാൻ റൈറ്റ് ടു ബി P1 raised to 1 minus gamma into T1 raised to gamma എന്ന് പറയുന്നത് P2 raised to 1 minus gamma into T2 raised to gamma എന്ന് നമുക്ക് പറയാം. സോ ദാറ്റ് മീൻസ് T2 raised to gamma എന്ന് പറയുന്നത് T1 raised to gamma into P1 by P2 raised to 1 minus gamma. So that is the concept. അപ്പോൾ നമുക്ക് T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ T1 ഇൻറ്റു ഗാമ ക്യാൻസലായി
that is P1 by P2, that much raised to 1 minus gamma, that division by gamma, that is equal to T1 into P1. അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് സെക്കൻഡ് 1/8 ആയിട്ട്, അപ്പോൾ P/8 ആയിട്ട് മാറുകയാണ്. ദാറ്റ് മച്ച് റൈസ് ടു 1 മൈനസ് 5/3 ബൈ 5/3. പി ക്യാൻസൽ ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു T1 ഇൻറ്റു 8 റൈസ് ടു, ഇവിടെ 3 മൈനസ് 5, സോ മൈനസ് 2/3 5/3, സോ മൈനസ് 2/5 ആയിട്ട് മാറുകയാണ്. സോ T1 ഇൻറ്റു that 8 raised to minus ആണ്, അതിനെ നമുക്ക് താഴോട്ട് എടുത്താൽ 8 raised to 2/5 ആയിട്ട് മാറി. That is equal to 300, that is the initial temperature. It is given as 27, so plus 273, that division by 8 square, that is 64 raised to 1/5. അത് സോൾവ് ചെയ്യുമ്പോൾ we get the answer 300 by that 2.29, that is the temperature, the final temperature becomes 130 K, or we can say it's equal to minus 142 degree Celsius. That means C as the answer. We can move with the question number 30 ആയിട്ട്. The efficiency, അപ്പോൾ കാർനോട്ട് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് ഇനിയുള്ളത്. The efficiency of an ideal heat engine working between the freezing point and the boiling point of water is. So efficiency we know that is equal to 1 minus T2 by T1. So sink temperature എന്ന് പറയുന്നത് freezing point ആണ്. So that is nothing but 273, and boiling point എന്ന് പറയുമ്പോൾ plus 100 ആണ്. So 373. So 373 minus 273 by 373, that is equal to 100 by 373, that is equal to 0.268. In percentage we can say 26.8%. That means A as the answer. We can move with the question number 39. A Carnot engine having efficiency, an efficiency of 1/10 as a heat engine is used as a refrigerator. If the work done on the system is 10 joule, the amount of energy absorbed from the reservoir at lower temperature is. ഇവിടെ നമ്മുടെ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി 1/10 എന്നാണ് പറയുക. വർക്ക് ഡൺ എന്ന് പറയുന്നത് 10 ജൂളാണ്. അപ്പോൾ നമ്മുടെ റെഫ്രിജറേറ്ററുടെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ബീറ്റ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദാറ്റ് Q2 ഡിവിഷൻ ബൈ ദ വർക്ക് ഡൺ. അത് നമ്മളുടെ ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്: 1 മൈനസ് ഈറ്റ ഡിവിഷൻ ബൈ ഈറ്റ. ദാറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് 1/10 ബൈ 1/10, that is equal to 9/10 by 1/10, that is equal to 9. അപ്പോൾ ഫ്രം ദിസ് റിലേഷൻ നമുക്ക് ബീറ്റ കിട്ടിക്കഴിഞ്ഞു. സോ അത് ബേസ് ചെയ്തിട്ട് ദ എനർജി അബ്സോർബ്ഡ് എന്ന് പറയുന്നത് 9 ഇൻറ്റു വർക്ക് ഡൺ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 9 ഇൻറ്റു 10. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 90 ജൂൾ. സോ എ ആസ് ദി ചോയ്സ്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 40. A refrigerator works between 4 degrees Celsius and 30 degrees Celsius. It is required to remove 600 calories of heat energy in 1 second in order to keep the temperature of the refrigerated space constant. The power required is, the power is nothing but equal to work by time. Here time is taken as 1 second. So ആദ്യം നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമുക്കറിയാം ബീറ്റ എന്ന് പറയുന്നത് Q2 ഡിവിഷൻ ബൈ W ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു T2 ഡിവിഷൻ ബൈ T1 മൈനസ് T2. സോ ദിസ് ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ്. നമുക്ക് വേണ്ടത് W ആണ്. സോ Q2 ഈസ് ഗിവൺ ആസ് 600 കാലറി. നമുക്കത് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാം ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് 4.2. 1 കാലറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ. സോ W ഈക്വൽ ടു നമ്മളുടെ T2 ടെമ്പറേച്ചർ ഈസ് ഗിവൺ ആസ്, ദാറ്റ് ഈസ് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 273 പ്ലസ് 4, it becomes 277 by that T1 is given as 30 degrees Celsius. So that is equal to 303 minus T2, 277. So
our aim എന്ന് പറയുന്നത് have to find what is a W. So it can be again write as 277 by 303 minus 277 as 26. So work എന്ന് പറയുന്നത് 600 into 4.2 into 26 division by 277. That is equal to 236.5 joule. അപ്പോൾ പെർ 1 സെക്കൻഡ് എന്നുള്ള കൺസെപ്റ്റിൽ വരുമ്പോൾ പവർ എന്ന് പറയുന്നത് നമുക്ക് സി ചോയ്സ് ആയിട്ട് നമുക്ക് പറയാം. We can move with the question number 41. The coefficient of performance of a refrigerator is given as 5. So beta, that is given as 5. If the inside temperature of a freezer, that is given as minus 20, that is T2, we can write it to be 273 minus 20, that is equal to 253. The temperature of the surroundings to which it rejects the heat is, our aim is to find what is the value of T1. നമുക്കറിയാം ബീറ്റ എന്ന് പറയുന്നത് T2 division by T1 minus T2. So that is the concept. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് T1 minus T2 എന്ന് പറയുന്നത് T2 division by ബീറ്റ ആയിട്ട് നമുക്ക് എടുക്കാം. സോ T1 എന്ന് പറയുന്നത് T1 എന്ന് പറയുന്നത് T2 by beta plus T2, that is equal to T2 into 1 by beta, that is 1 by 5 plus 1. So that is equal to T2 എന്ന് പറയുന്നത് 253 ആണ്. So 5 plus 1, so that is 6 by 5. So we get the value as 303.6 Kelvin. നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്താൽ we get the value 30.6 degrees Celsius. Roughly we can take D as the choice. So we can move with the question number 42. Two Carnot's engine A and B are operated in series. The engine A receives heat from the source at a temperature T1 and reject it to the sink at T. And B takes, the second engine receives the heat at temperature T and rejects to the sink to the temperature as T2. For what value of T, the efficiency of the two engines are equal. അപ്പോൾ ആദ്യത്തതിൻ്റെ സോഴ്സ് T1ഉം സിങ്ക് Tയും രണ്ടാമത്തതിൻ്റെ സോഴ്സ് Tയും സിങ്ക് T2ആയിട്ട് മാറുകയാണ്. അപ്പോൾ ആദ്യത്തതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 മൈനസ് T ബൈ T1 ആയിട്ട് മാറുന്നു. രണ്ടാമത്തിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 മൈനസ് T2 ബൈ T ആയിട്ട് മാറുന്നു. ഈ രണ്ട് എഫിഷ്യൻസീസും സെയിം എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ T by T1 should equal to 1 minus T2 by T. That means നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് T by T1 it should equal to T2 by T. That is a concept. ഒന്ന് ക്രോസ് ചെയ്താൽ T square take the value as T1 T2. That means that T becomes root T1 T2. That means D is the answer. So we can move with the question number 43. When 1 gram of ice at 0 degree Celsius melts to water at 0 degree Celsius, എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഉറപ്പിച്ചു അതൊരു ഐസോതെർമൽ പ്രോസസ്സാണ്. ദാറ്റ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനാണ്. The resulting change in entropy taking latent heat to be ice to be 8 calorie per degree Celsius. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ദാറ്റ് ചേഞ്ച് ഇൻ എൻട്രോപ്പി എന്ന് പറയുന്നത് dQ by T ആണ്. dQ എന്ന് പറയുന്നത് ഇവിടെ ലാറ്റന്റ് ഹീറ്റാണ്. സോ m/L/T ആണ്. സോ മാസ് എന്ന് പറയുന്നത് ഇവിടെ കാലറിയിൽ ആൻസർ ആയതുകൊണ്ട് നമുക്ക് മാസിനെ 1 കിലോഗ്രാം ആണ്. അപ്പോൾ 10 ക്യൂബ് ആണ് ഇൻറ്റു 80. ദാറ്റ് ഡിവിഷൻ ബൈ ദ ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ 273 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 293 ദാറ്റ് മച്ച് കാലറി പെർ കെൽവിൻ. സോ D is the answer. So we can move with the question number 45. And if engine has an efficiency of 1/6, when the temperature of the sink is reduced to 62 degrees Celsius, its efficiency is doubled. The temperature of the source is. So ആദ്യത്തെ കേസിലെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/6 ആണ്. സോ η1 എന്ന് പറയുന്നത് 1/6 ആണ്. We can write it to be as 1 minus T2 by T1. So that is a concept there. രണ്ടാമത്തെ കേസിൽ പറയുന്നത്
എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡബിൾ ആകുകയാണ് എന്ന് പറയുമ്പോൾ 1/3 ആയിട്ട് മാറുകയാണ്. പക്ഷെ അവിടുത്തെ ഒരു സിങ്കിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 62 ഡിഗ്രി റെഡ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. ദ ഡിവിഷൻ ബൈ T1. സി, ആദ്യത്തെ കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് T2/T1 എന്ന് പറയുന്നത് 1 മൈനസ് 1/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/6 എന്ന് നമുക്ക് കിട്ടി. നമുക്ക് രണ്ടാമത്തെ കേസ് നമുക്ക് സോൾവ് ചെയ്താൽ T2 മൈനസ് 62/T1 വാല്യൂ എന്ന് പറയുന്നത് 1 മൈനസ് 1/3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ആണ്. ദാറ്റ് ഈസ് T2 മൈനസ് 62/T1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ആയിട്ട് നമുക്ക് കിട്ടി. സി, സോ നമ്മുടെ ഈ റിലേഷനും തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് T2 മൈനസ് 62 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 5/6/2/3. അത് 2 ആയിട്ട് മാറി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/4 ആയിട്ട് നമുക്ക് മാറും. സോ ഒന്ന് ക്രോസ് ചെയ്താൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് ദാറ്റ് ഈസ് 4 into T2 is equal to 5T2 minus 5 into 62. So that is equal to T2 take the value as 5 into 62. That is equal to 310. നമുക്ക് T1 കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ബൈ യൂസിങ് ദിസ് കൺസെപ്റ്റ് ദാറ്റ് T1 എന്ന് പറയുന്നത് T2 that is 310 into 6/5. So on solving we get the value 372 or that much Kelvin or 99 degree Celsius. So that means C as the answer. For 45, a Carnot engine whose sink is at 300 Kelvin has an efficiency of 40%. By how much should the temperature of the source be increased so as to increase its efficiency by 50% of original efficiency? അപ്പോൾ 45 സിങ്കിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് that is given as is equal to 40%. Efficiency 40%. So 0.4. That we can write it to be 1 minus T2. സിങ്കിൻ്റെ ടെമ്പറേച്ചർ 300 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഡിവിഷൻ ബൈ T1 എന്ന് നമുക്കെടുക്കാം. ദാറ്റ് ഈസ് 300/T1 എന്ന് പറയുന്നത് 1 മൈനസ് 0.4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.6. അപ്പോൾ T1 വാല്യൂ എന്ന് പറയുന്നത് 300/0.6 ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ് പറയുന്നത് ബൈ ഹൗ മച്ച് ഷുഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് ബി ഇൻക്രീസ്ഡ് സോ ആസ് ടു ഇൻക്രീസ് ഇറ്റ്സ് എഫിഷ്യൻസി ബൈ 50% ഓഫ് ദ ഒറിജിനൽ എഫിഷ്യൻസി. ഇപ്പോൾ 0.4 ആണുള്ളത്. അപ്പോൾ അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ 0.2 ആണ്. അപ്പോൾ നമുക്ക് എത്രയായിട്ട് അത് മാറി? ആസ് എ 0.6 ആയിട്ട് മാറി. അപ്പോൾ 0.6 എഫിഷ്യൻസി വരുമ്പോൾ നമുക്ക് അവിടുത്തെ നമ്മളുടെ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് സിങ്ക് ഈസ് 300 തന്നെയാണ്. അപ്പോൾ സോഴ്സിൻ്റെ ടെമ്പറേച്ചറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കത് T ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ സോ T ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ദാറ്റ് ഈസ് 300/T ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus 0.6 it becomes 0.4. So T is equal to 300/0.4. So that is equal to 750 Kelvin. So that is the concept. അപ്പോൾ ഇവിടുത്തെ നമുക്ക് കിട്ടുന്ന വാല്യൂ എടുത്തു കഴിഞ്ഞാൽ that is we get the value as 500 Kelvin. അപ്പോൾ
ഡിഫറൻസ് ഇൻ സോഴ്സ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 750 മൈനസ് 500 ആണ്. സോ ദാറ്റ് മീൻസ് വി ഗെറ്റ് ദ വാല്യൂ എസ് 250 Kelvin. So we get the answer as B choice. Number 46. Which of the following process is reversible? Transfer of heat by conduction, radiation, isothermal compression, electrical heating of nichrome wire. ഐസോതെർമൽ പ്രോസസ്സ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ്, ഇറ്റ് ഈസ് എ സ്ലോലി വർക്കറിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ഇറ്റ് ഈസ് കോസിസ്റ്റാറ്റിക്, റിവേഴ്സിബിൾ ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. സോ സി എസ് ദി ആൻസർ. നമ്പർ 47. An ideal gas heat engine operates in Carnot cycle between 227 and 127. അപ്പോൾ 227 എന്ന് പറയുന്ന നമ്മുടെ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 500 കെൽവിനും ദാറ്റ് സിങ്കിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 400ഉമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എഫിഷ്യൻസി നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ദാറ്റ് ഈസ് T2/T1 ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 400/500 ആയിട്ട് മാറുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ as 1/5. It absorbs 6 into 10 to the power of calorie of heat at higher temperature. Amount of heat converted to work is. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ബൈ ദാറ്റ് ഹീറ്റ് ഇൻപുട്ട്. സോ അങ്ങനെ വരുമ്പോൾ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ക്യൂ ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ഇൻറ്റു that Q, that is given as 6 into 10 to the power of 4, that is equal to 1.2 into 10 to the power of 4 calorie. So we can say D as the choice. We can move to the question number 48. A Carnot engine whose efficiency is 50% has an exhaust temperature. So the temperature of that sink is given as is equal to 500 Kelvin. അപ്പോൾ അത് ബേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് 1/2 ആണ്. ഈറ്റ ദാറ്റ് ഈസ് 1 മൈനസ് T2/T1 ആണ്. നമുക്ക് അവിടെ നിന്ന് T1ൻ്റെ വാല്യൂവിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. സോ T1 എന്ന് പറയുന്നത് 1000 കെൽവിനായിട്ട് നമുക്ക് എഴുതാം. അടുത്ത് പറയാണ് ഇഫ് ദ എഫിഷ്യൻസി ടു ബി 60% വിത്ത് ദ സെയിം ഇൻടേക്ക് ടെമ്പറേച്ചർ. അപ്പോൾ സോഴ്സ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1000 വെച്ചാൽ അവൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 0.6 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ദാറ്റ് എസ്കോസ്റ്റ് ടെമ്പറേച്ചർ T2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ദ T2 ഡിവിഷൻ ബൈ T1 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 1000 കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് സെയിം ഇൻടേക്ക് ടെമ്പറേച്ചർ. അപ്പോൾ സെയിം സോഴ്സ് ടെമ്പറേച്ചർ വെച്ചാണെങ്കിൽ അവൻ്റെ സിങ്ക് ടെമ്പറേച്ചർ എത്രയാണ്? ദാറ്റ് ഈസ് T2/1000 എന്ന് പറയുന്നത് 0.4 ആയിട്ട് മാറി. ദാറ്റ് ഈസ് T2 ടേക്ക് ദ വാല്യൂ എസ് ഇസ് ഈക്വൽ ടു 400 കെൽവിനായിട്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് C as the answer. So we can move with the question number 49. An ideal gas heat engine in a Carnot cycle between 227 and 127 degrees Celsius. It absorbs 6 kilocalorie at the higher temperature. The amount of heat in kilocalorie converted into work is equal to. അപ്പോൾ നമുക്കറിയാം എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 മൈനസ് T2/T1 ആണ്. ഇവിടുത്തെ ലോവർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സിങ്ക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 127 + 273 ആണ്. സോ 400/227 ആണ് ഇവിടുത്തെ സോഴ്സ് ടെമ്പറേച്ചറായിട്ട് പറയുക, പ്ലസ് 273. സോ 1 മൈനസ് 4/5 ആയിട്ട് വരികയാണ്. സോ 1/5. പക്ഷെ നമുക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ബൈ ദാറ്റ് എനർജി എന്ന് നമുക്കറിയാം. ദാറ്റ് സോ വർക്ക് എന്ന് പറയുന്നത് 1/5 ടൈംസ് ഓഫ് ഇറ്റ് ഈസ് ഗിവൻ ആസ് എ 6 kilocalorie. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 kilocalorie. സോ വി ഗെറ്റ് A as the answer. We can move with the question number 50. The temperature of source and the sink of a heat engine are 127 and 27 respectively. An inverter claims its efficiency to be 26%. അപ്പോൾ നമ്മൾ സാധാരണ ആ ടെമ്പറേച്ചർ ആണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് ടു ബി ഈക്വൽ ടു T227 ആണ്. സോ ദാറ്റ് ഈസ് 300 ഡിവിഷൻ ബൈ T1. The source temperature is
plus 273 variable, it becomes 400 ആണ്. So that is equal to 4 minus 3, that is nothing but equal to 1 by 4, that is 0.25, that is 25% only is possible. അപ്പോൾ 26% പോസിബിൾ അല്ല. ദാറ്റ് ഈസ് എ as the answer. Question number 51. A reversible engine convert 1/6 of the heat input into work. When the temperature of the sink is reduced by 62, the efficiency is doubled. The temperature of the source and the sink are. അപ്പോൾ ആദ്യം പറയുന്നത് a reversible engine convert 1/6 of the heat into work. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് 1/6 ആണ്. So we can say 1/6 is equal to 1 minus T2 by T1. രണ്ടാമത്തെ കേസ് പറയുന്നത് എഫിഷ്യൻസി ഡബിൾ ആകുക എന്നാണ്. ദാറ്റ് മീൻസ് 1/3 ആയിട്ട് മാറുക. പക്ഷേ അവിടെ പറയുകയാണ് ദാറ്റ് സിങ്ക് ടെമ്പറേച്ചർ ഈസ് 62 ഡിഗ്രി റെഡ്യൂസ് ചെയ്തു എന്നാണ് പറയാം. അങ്ങനെയാണെങ്കിൽ T1 T2 നമുക്ക് കണ്ടുപിടിക്കാം. ഇവനെ നമുക്ക് ഈ തരത്തിൽ എഴുതിക്കൂടെ? സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഈ മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് മാറി. ഇത് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാം വാല്യൂ എന്ന് പറയുന്നത്. സോ 1/6 ആയിട്ട് മാറി, പ്ലസ് 62 by T1 ആണ്. സോ 1/3 മൈനസ് 1/6 എന്ന് പറയുമ്പോഴാണ് so 6 minus 3, 3 by 18, that is equal to 62 by T1. And our aim is to find what is the value of T1. It becomes a 6, so 6 into 62, and we get the answer as a 372. അപ്പോൾ നമുക്ക് T1 എന്ന് പറയുന്നത് 372K എന്ന് കിട്ടും. അതിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റുമ്പോൾ we get the answer as 99. അടുത്ത് നമുക്ക് വേണ്ടത് നമ്മളുടെ സിങ്ക് ടെമ്പറേച്ചറാണ്. അപ്പോൾ T2 എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു റിലേഷനിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും T2 by T1 എന്ന് പറയുന്നത് 1 minus 1/6 വരുമ്പോൾ 5/6 ആണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ T2 എന്ന് പറയുന്നത് 5/6 times of 372. അപ്പോൾ we get the answer as 310K, and 273ലേക്ക് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ we get the answer as 37 degrees Celsius. So for that one we can take 99 as the source and sink temperature as 37. So A as the answer. We can move with the question number 52. The efficiency of a Carnot engine operating between the temperatures 100 degrees Celsius plus 273 എന്ന് പറയുമ്പോൾ അത് 373 ആയി. അതോടൊപ്പം 27 മൈനസ് 23 പ്ലസ് 273 എന്ന് പറയുമ്പോൾ അത് 250 ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 മൈനസ് ദ ലോവർ ടെമ്പറേച്ചർ ബൈ ദാറ്റ് ഹയർ ടെമ്പറേച്ചർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 373 മൈനസ് 250 by 373. So that is the answer. D as the answer. Question number 53. The last question. An ideal Carnot engine whose efficiency is 40% receive heat at 500 Kelvin. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് 0.4 ആയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ 1 മൈനസ് നമുക്ക് T2 the sink temperature by receiving temperature is 500 Kelvin ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം ദാറ്റ് T2 by 500 എന്ന് പറയുന്നത് 1 minus 0.4 എന്ന് പറയുന്നത് 0.6 ആയിട്ട് എടുക്കാം. We get T2 is equal to 300 Kelvin ആയിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ കേസിൽ ഇറ്റ്സ് എഫിഷ്യൻസി ഇസ് 50%. അപ്പോൾ 50% എന്ന് പറയുമ്പോൾ 0.5 ആയിട്ട് നമുക്ക് പറയാം. 1 മൈനസ് then the intake temperature we have to find it, that is the source temperature കണ്ടുപിടിക്കണം. For the same exhaust temperature നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു exhaust temperature എന്ന് പറയുന്നത് 300 Kelvin ആണ്. So that 300 division by that T1 dash ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. So 300 by T1 dash എന്ന് പറയുന്നത് 1 minus 0.5. So T1 dash എന്ന് പറയുന്നത്
300 division by 0.5, so that is 1 by 2, so 600 Kelvin we can take as the answer. So dear students, നമ്മുടെ തെർമോഡൈനാമിക്സ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. So try to do maximum MCQs. Take care. God bless you.